മമ്മൂട്ടിയുടെ ഡയറ്റും മമ്മൂട്ടിയുടെ ഹെൽത്തും ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ആളുകൾ കഴിക്കുന്ന എല്ലാ ഫുഡും മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇതെങ്ങനെ നിൽക്കുന്നു പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബട്ടറും നെയ്യും ആണ്. അപ്പോൾ ഈ നെയ്യ് എന്ന് പറയുന്നത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു 3 മുട്ട, കുറച്ച് നട്ട്സ്, കുടിക്കാനായിട്ട് നിർബന്ധമില്ല എന്നാലും മധുരം ഇടാത്ത കട്ടൻ ചായ. പക്ഷെ അതിനകത്ത് ഞാനൊരു സാധനം ആഡ് ചെയ്യും. എനിക്ക് മുട്ടയുടെ വെള്ളം കളഞ്ഞാലും ഞാൻ മഞ്ഞ കളയില്ല. എല്ലാവരും പറയൂല അത് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും. ശരിയാണ്, കൊളസ്ട്രോൾ ഇത് കഴിച്ചില്ലെങ്കിലും ഉണ്ടാവും. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടാണ് ഇത്രയും രോഗം വരുന്നത്. ഇവിടെ പിമ്പിൾസ് എന്ന് പക്ക ഗട്ട് റിലേറ്റഡ് ആണ്. ഈ സൈഡിൽ പിമ്പിൾസ് വരിക പറഞ്ഞാൽ ഹോർമോണലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വെയിറ്റ് കുറയ്ക്കണോ, ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും കഴിച്ചു വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കും. പട്ടണ കിടന്ന് വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭാര്യ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഭാര്യ ഭയങ്കരമായിട്ടും വെയിറ്റ് വെക്കുകയും ഭാര്യയ്ക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുകയും ചെയ്യും. ഭർത്താവിന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഈ സ്ത്രീകൾക്ക് എന്തിനാ ഇത്രയും കൂടുതൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്, ഇത്രയും ഫൈബ്രോയിഡ് വരുന്നതിൻ്റെ ആവശ്യം വരുന്നത് ഈ കഴിപ്പ് തന്നെയാണ്. സോ ഫോർ ഡോക്ടർ മനോജ് ജോൺസൺ, എന്താണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്? സാർ എന്താണ് ഫോളോ ചെയ്യുന്നത്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അത് എല്ലാവർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഞാൻ കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളികൾ കഴിക്കുന്നത് ഇഡലി, ദോശ, അപ്പം, പുട്ട് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കുമല്ലോ. ചിലർ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു 3 മുട്ടയാണ് ഞാൻ കഴിക്കുന്നത്. അതുപോലെ കുറച്ച് നട്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ പിസ്താഷ്യോ അല്ലെങ്കിൽ കുറച്ച് പീനട്ട്സോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നിർബന്ധമില്ല എന്നാലും കട്ടൻ ചായയാണ്, മധുരം ഇടാത്ത കട്ടൻ ചായയാണ്. പക്ഷെ അതിനകത്ത് ഞാനൊരു സാധനം ആഡ് ചെയ്യും. അതിന് നമ്മുടെ ഗട്ട്വിൻ എന്നാണ്, അത് നമ്മുടെ എൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഗട്ട്വിൻ എന്ന് പറയുന്നത് പ്രീബയോട്ടിക് ഫൈബർ എന്നാണ് അതിന് പറയുന്നത്. പ്രീബയോട്ടിക് ഫൈബർ എന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് ആവശ്യമുള്ളത് ഈ പറയുന്ന പ്രീബയോട്ടിക് ഫൈബറാണ്. അത് നമ്മുടെ നോർമൽ ഫുഡിനകത്ത് ഉണ്ട്. എന്നാലേ നമ്മുടെ ഈ വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ലേ, അതിനകത്തുണ്ട്. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പിനകത്തുണ്ട്. അതേപോലെ തന്നെ ചില ഇലക്കറികളിലുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടിലുണ്ട്, പാഷൻ ഫ്രൂട്ടിലുണ്ട്. ഇങ്ങനെ വഴുവഴുപ്പുള്ള എല്ലാ സാധനങ്ങളും നല്ല സാധനങ്ങളാണ്. അത് ഉള്ളിലെ കുടലിലെ ബാക്ടീരിയക്ക് നല്ലതാണ്. പക്ഷെ അതൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പൗഡറുണ്ട്, ഇത് ഞാൻ കട്ടൻ ചായക്കകത്ത് ആഡ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഗ്ലൂക്കോസ് പൊടി പോലൊരു സാധനമാണ്, അത് ഇട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞാനിതാണ് കഴിക്കുന്നത്. അതായത് ഞാൻ ദോശയുടെ അപ്പം പുട്ട് പരിപാടി ഇല്ല. എന്നാലും ഇത് വീട്ടിലിങ്ങനെ എനിക്ക് പുറത്ത് ചിലപ്പം യാത്ര വരികയാണ്, ഒരു ഹോട്ടലിൽ ചെല്ലുകയാണ്, എനിക്ക് ഇങ്ങനത്തെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മുട്ട, ഒരു അപ്പം, എന്നിട്ട് കുറച്ച് കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി, എന്നിട്ടൊരു കട്ടൻ ചായ മധുരം ഇല്ലാത്തത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം ഒരെണ്ണമാണ്. സാധാരണ എല്ലാവരും കഴിക്കുന്നത് എങ്ങനെ, ഒരു 3 അപ്പം, മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി ഇങ്ങനെയാണല്ലോ. എൻ്റെ അത് 1 അപ്പം അല്ലെങ്കിൽ 1 ദോശ അല്ലെങ്കിൽ 1 ഇഡ്ഡലി. പക്ഷെ 2 മുട്ട എൻ്റെ കണക്കിൽ കൂടുതലും പ്രോട്ടീൻസ് ആണ്. എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീനും ഫാറ്റും ആണ്. എനിക്ക് മുട്ടയുടെ വെള്ളം കളഞ്ഞാലും ഞാൻ മഞ്ഞ കളയില്ല. ഈ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു ഫുഡാണ്. എല്ലാവരും പറയൂല അത് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും. ശരിയാണ്, കൊളസ്ട്രോൾ ഇത് കഴിച്ചില്ലെങ്കിലും ഉണ്ടാവും. കൊളസ്ട്രോൾ ഉണ്ടാകുന്നതും ഈ മുട്ടയുടെ മഞ്ഞയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചിലർ ബീഫ് കഴിക്കാൻ പേടിയാണ്, മട്ടൺ കഴിക്കാൻ പേടിയാണ്, മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പേടിയാണ്. ഈ ബീഫും ഇതൊക്കെ ഈ സിംഹവും കടുവയൊക്കെ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളല്ലേ, നമുക്ക് ഒരു കുഴപ്പമില്ല. ആ മൃഗങ്ങൾ എങ്ങനെ സ്ലിം ആയിട്ടിരിക്കും. ഈ 24 മണിക്കൂറും പുല്ല് ചവച്ചോണ്ടിരിക്കുന്ന പശു എങ്ങനെ ഇരിക്കുന്നത്, അതിന് നിറച്ചും ഫാറ്റാണ്. അത് ബോഡിയിലെ ലിവറാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ കഴിക്കുന്ന ഫുഡല്ല. കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോൾ 3 ദോശ കഴിച്ചു, 1 ദോശ ഉപയോഗിച്ചു, 2 ദോശ ഫാറ്റാക്കി. കാരണം നമ്മൾ പണിയെടുക്കുന്നില്ല. എന്തിനാ? ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി. ഉച്ചയ്ക്ക് നമ്മൾ 3 തവി ചോറ് കഴിച്ചു, 1 തവി ഉപയോഗിച്ചു എനർജിക്കായിട്ട്, ബാക്കി 2 തവി ഫാറ്റാക്കി. എല്ലാം ലിവർ കയറുകയാണ്, ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും, ഇതെല്ലാം കയറുകയാണ്. എന്നിട്ട് രാത്രി 3 ചപ്പാത്തി, 1 ചപ്പാത്തി ഉപയോഗിച്ച് 2 ചപ്പാത്തി ഫാറ്റാക്കി. ഈ ഫാറ്റ് കയറുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ഫാറ്റ് കഴിച്ചിട്ടല്ല. സോ അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ദോശ കഴിച്ചാൽ ഞാൻ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് വിശക്കും. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലയിടത്ത് ഒട്ടും, ഞാൻ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് രാവിലെ അവിടെ മുട്ടയൊന്നും കിട്ടത്തില്ല. അവിടെ പലപ്പോഴും വെജിറ്റേറിയൻ സ്ഥലമാണ്. എനിക്ക് വെജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ മുട്ട തപ്പി മടുക്കുന്നതിന് ഓക്കെ എന്നാൽ പിന്നെ അവിടുത്തെ ദോശ കഴിച്ചേക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചേക്കാം എന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ക്ലിനിക്കുണ്ട്, കൺസൾട്ടേഷൻ. എനിക്ക് 2 മണിക്കൂർ, 9 മണിക്ക് കഴിച്ചാൽ 11 മണിക്ക് എനിക്ക് വിശപ്പാണ്. പക്ഷേ ഈ 3 മുട്ട കഴിച്ചാണ്ടല്ലോ എനിക്ക് 1 മണി വരെ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ഫാറ്റ് കിട്ടിയെന്ന് ഞാൻ ഉറപ്പിക്കുക. എനിക്ക് ആ ഫാറ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഫാറ്റ് കയറിയ വിശക്കില്ല. ചില പറയാം ഇതൊക്കെ കഴിച്ചാൽ എന്തുവാ മൂക്കി വലിക്കാനുണ്ടോ, ഇതൊക്കെ ഭയങ്കര വിശക്കത്തില്ല. ശരിക്കും അത് തെറ്റിദ്ധാരണയാണ്. ഫാറ്റ് കഴിച്ചാൽ വിശക്കില്ല. ഇപ്പം കോഫി, ഒരു കട്ടൻ കാപ്പിക്കകത്ത് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബട്ടർ കോഫിയായി. ഈ ബട്ടർ കോഫി വിശക്കത്തില്ല, ബട്ടർ ഉള്ളിൽ കയറിയ വിശക്കില്ല. ഏറ്റവും ഫാറ്റിൽ ഏറ്റവും ഹെൽത്തി ടോപ്പിൽ നിൽക്കുന്ന സാധനം ബട്ടറാണ്. അത് നമ്മളിപ്പോൾ ഇത്രയും
ഇപ്പം 10-18 ക്ലിനിക്കുകളുണ്ട്, ഒരു 4.5 ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ ഈ ഒരു 63ഓളം ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ ഈ കോൺസെപ്റ്റ് തന്നെയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് റിസൾട്ടാണെന്നറിയോ? വെയിറ്റ് കുറയാത്തവർക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറയാത്തവർ വെയിറ്റ് കുറയും, നീര് നീർക്കെട്ട് കുറയും, അതേപോലെ ക്ഷീണം കുറയും, ഉറക്കം ക്ലിയർ ആവും, ജോയിൻറ്റ് പെയിൻസ് കുറയും, ഒത്തിരി തരിപ്പും മരപ്പൊക്കെ കുറയും. സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കഴിച്ചിട്ടാണ് ഇത്രയും രോഗം വരുന്നത്. അതിൻ്റെ അളവ് ഇത് ഹെവിയാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഹെവിയാണ്. ഫാറ്റ് എന്നൊക്കെ പറയുന്ന ഹൈ കാലറി സാധനമാണ്. കാരണം അതിന് ഒത്തിരി സമയമെടുക്കും ഇതൊന്ന് കത്തി തീരാനായിട്ട്. അത്രയും പോരെ. നമ്മൾ ഈ കുറേ അരിസാനം അടിച്ച് കയറ്റിക്കൊണ്ടിരുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മൊത്തം ഫാറ്റായി കിടക്കും. എല്ലാം ഈ സ്ത്രീകൾക്ക് എന്തിനാ ഇത്രയും കൂടുതൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്, ഇത്രയും ഫൈബ്രോയിഡ് വരുന്നതിൻ്റെ ആവശ്യം വരുന്നത്? ഈ കഴിപ്പ് തന്നെയാണ്. ഈ കഴിപ്പിനൊരു തീരുമാനമാക്കി കഴിഞ്ഞാൽ മെച്ചം കിട്ടും. അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്താൽ നല്ലത്. എന്നാൽ എൻ്റെ ശരീര രീതി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് ഒരാൾ വെറുതെ ചെയ്യാൻ നിൽക്കരുത്. അവരുടെ രീതികൾക്ക് ഇത് പറ്റുമോ എന്നെല്ലാം നോക്കണം. അവരുടെ ഫാമിലി ഹിസ്റ്ററിയും കാര്യങ്ങളും അവരുടെ രോഗാവസ്ഥ, അവരെടുക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ധാരാളം മതി. ചെയ്തു നോക്ക്, പുഷ്പം പോലെ ഷുഗർ കുറയും. ഞാൻ 12 കൊല്ലമായിട്ട് ഒരേ വെയിറ്റാണ്. കാരണം എന്താ, എനിക്കിഷ്ടമുള്ളത് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വലിയൊരു ചിക്കൻ വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചോ, ഒരു ബ്രെഡ് കഴിച്ച പ്രശ്നമാണ്. വെയിറ്റ് കുറയ്ക്കണോ, നിങ്ങൾ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇരുന്ന് കഴിച്ചു, നോൺ വെജ് ഐറ്റംസ്. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ കുബൂസായിട്ടോ നാൻ റോട്ടി ആയിട്ടോ ചപ്പാത്തി ആയിട്ടോ പൊറോട്ട ആയിട്ടോ കയറിയാൽ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അളവ് കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അളവ് കുറച്ചിട്ട് വെയിറ്റ് കുറയാം. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാം. പക്ഷേ കഴിക്കേണ്ട സാധനം ഏതെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഫാറ്റും പ്രോട്ടീനും കയറിയോ ഹെൽത്തിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ. സർ, അപ്പോൾ ഈ ഹെൽത്തി ഡയറ്റും സ്കിൻ കെയറും, ലൈക്ക് നമ്മളിങ്ങനെ പറയുമല്ലോ, ഹെൽത്തി ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഗ്ലോ ചെയ്യും, കുറച്ചും കൂടി ഭംഗി വരും, അത് ശരിയാണ്? ഈ ഹെൽത്തി ഡയറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ആ ശരീരത്തിന് പറ്റുന്ന ഡയറ്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് എല്ലാവർക്കും എല്ലാ രീതികളും പറ്റത്തില്ല. ഇപ്പം പുരുഷന്മാർ കഴിക്കുന്ന പോലെ സ്ത്രീകൾ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭാര്യ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഭാര്യ ഭയങ്കരമായിട്ടും വെയിറ്റ് വെക്കുകയും ഭാര്യയ്ക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുകയും ചെയ്യും. ഭർത്താവിന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കാരണം ഭർത്താവ് ഉണ്ടായ ജീന് വേറെയാണ്. ഇവർ സാമൂഹികപരമായിട്ട് ഇവർ ഒരു കുടുംബത്തിലെ ആൾക്കാരായിരിക്കാം, പക്ഷേ ജനറ്റിക്കലി ഇവർ 2 കുടുംബമാണ്. അപ്പോൾ അവിടെ കഴിക്കുന്ന കണ്ടിട്ട് ഇവിടെ കഴിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അവിടുത്തെ ഹെൽത്തി ഡയറ്റ് അല്ല ഇവിടുത്തെ ഹെൽത്തി ഡയറ്റ്. സോ അതുകൊണ്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് ഏത് പറ്റും ഏത് പറ്റത്തില്ല എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ശരീരപ്രകൃതത്തിന് എനിക്ക് കാർബ്സ് കഴിച്ചാൽ എനിക്ക് എനർജി കുറവാണ്. സാധാരണ രീതിയിൽ നമ്മൾ അരിയാഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര എനർജിയാണ് കിട്ടേണ്ടത്. പക്ഷേ എൻ്റെ ശരീരത്തിന് അത് കുറവാണ്. അത് ചെയ്താൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകളെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കിടക്കണം, അവർക്ക് വേറെ ഒന്നും പറ്റുന്നില്ല, ക്ഷീണം വരുന്നത്. അവർക്ക് അത്രയും കാർബ്സ് താങ്ങത്തില്ല. അത് താങ്ങാത്ത ഒരാൾ പോയിട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അത് ഈ നാട്ടുനടപ്പ് ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നത്, അയലക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, വീട്ടുകാരിങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും ഈ എല്ലാ ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ അതല്ല നോക്കേണ്ടത്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിന് ഏത് പറ്റും എന്നുള്ളതാണ്. ചിലർക്ക് പച്ചക്കറികൾ പറ്റില്ല, പച്ചക്കറി എടുത്താലേ വയറ്റിന് പ്രശ്നമായിരിക്കും, ഇലക്കറികൾ പ്രശ്നമായിരിക്കും, ഫൈബർ പ്രശ്നമായിരിക്കും, ചിലർക്ക് നോൺ വെജ് ഐറ്റംസ് പ്രശ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളുള്ള ഘട്ടമുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ അവർക്ക് പറ്റാത്ത സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം കുടലിലെ കണ്ടീഷൻ മോശമുള്ള ഒരാൾ മധുര സാധനങ്ങൾ, പാല്, ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ താരം കൂടും. അപ്പം നമ്മൾ നോക്കുമ്പം ഇതുമായിട്ട് എന്താ ബന്ധമെന്നാണ് നോക്കുന്നത്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ പാലോ തൈരോ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഫക്കെട്ടുണ്ടാവും. വയറ്റിലേക്ക് പോയ ഒരു സാധനം ലങ്സിൽ നിന്ന് എങ്ങനെ ഈ കഫം വരുന്നത്. അപ്പോൾ ഇത് കണക്റ്റഡ് സാധനമാണ്. അതേപോലെ തന്നെ സ്കിന്നിൽ നമ്മൾക്ക് പിമ്പിൾസ് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗട്ട് ഇഷ്യൂസ് ഉണ്ടാകും, വൈറസ് സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസികൾ ഉണ്ടായിരിക്കണം, ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് കാരണം കൊണ്ടാണ് മോക്കുരു വന്നതെന്നുള്ളത് അറിയണം. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടെ പിമ്പിൾസ് വന്നാൽ വേറെ റീസണാണ്, ഇവിടെ പിമ്പിൾസ് വന്ന് പക്ക ഗട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഈ സൈഡിൽ പിമ്പിൾസ് വരിക എന്ന് പറഞ്ഞാൽ ഹോർമോണലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേറെ ഒരു റീസൺ ഇല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് പിമ്പിൾസ് വരുന്നത്. ഡീഹൈഡ്രേഷൻ, വെള്ളം കൂടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകും. ഷുഗറിൻ്റെ ലെവൽ കൂടിയാൽ, ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതൽ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് ഇല്ല. പക്ഷേ ആ ശരീരത്തിന് വേണ്ടുന്ന സാധനം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ചെയ്യുവാണെങ്കിൽ, അതുകൊണ്ടാണ് ചില ആളുകൾ അവരെ കണ്ടാൽ അവർക്കൊരു 10 വയസ്സ് കുറവാകും. തോന്നുന്നതിൻ്റെ കാര്യം അവർക്ക് പറ്റിയ ഫുഡാണ് കഴിക്കുന്നത്. അവർ മറ്റുള്ളവർ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ഉണ്ടാകും.
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ഫാറ്റാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റ് കഴിക്കും. ഇപ്പം പലരും പറയാറുണ്ട് എനിക്ക് എന്താ പറയുക റിങ്കിൾസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ വളരെ ഡ്രൈ ആയിട്ടാണ് വരുന്നത്. കുറഞ്ഞ ഫാറ്റ് കഴിക്കാനാണ് പറയുന്നത്. ഫാറ്റ് കഴിച്ചാൽ ഏറ്റവും നല്ല സാധനമാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കുടിക്കുന്നതെങ്കിൽ ഡൈജഷന് വളരെ നല്ലതാണ്, മോഷൻ ക്ലിയർ ആവും പിറ്റേ ദിവസത്തേക്കുള്ളത്. അതേപോലെ തന്നെ സ്കിന്നിന് കണ്ടീഷൻ നല്ലതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതില്ലേ നെയ്യ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബട്ടറും നെയ്യും ആണ്. അപ്പോൾ ഈ നെയ്യ് എന്ന് പറയുന്നത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ സ്ട്രെസ് ലെവൽ കൂടി ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നെയ്യ് വളരെ നല്ലതാണ്. മോഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെയ്യ് നല്ലതാണ്. നെയ്യ് റോ ആയിട്ട് കഴിക്കാനാണോ അതോ എല്ലാ ഫുഡിന്റെ കൂടെ ആഡ് ആക്കി? എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. റോ ആയിട്ട് കഴിക്കാം, ഫുഡിൻ്റെ കൂടെ കഴിക്കാം. എന്തിനാണ് ഞാൻ ചിലപ്പം ഈ ഉച്ചയ്ക്ക് 1 തവി ചോറാണ് ഞാൻ കഴിക്കുന്നത്. ഈ 1 തവിക്കകത്ത് ഈ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കഴിക്കും. മാക്സിമം ഫാറ്റാണ് ഞാൻ കഴിക്കാൻ നോക്കുന്നത്. അപ്പം 4 തവി ചോറ് കഴിക്കണ്ട, 1 തവി കഴിച്ചാൽ മതി. ആ സാധനം ഉള്ളിൽ കയറിയാൽ മതി. അപ്പോൾ അത് സ്കിന്നിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മുടി കൊഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അയണും വിറ്റമിൻ ഡിയും കുറയുന്നതാണ്. അപ്പം ഈ അയണും വിറ്റമിൻ ഡിയും വേറെ ഫുഡിലൊന്നും അധികം കിട്ടത്തില്ല. വളരെ പേരിന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സമയം ഈ പറയുന്ന കരളും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയില ഇതിനകത്തൊക്കെ ഉള്ളൂ. പക്ഷെ അതൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ല. പക്ഷെ ഡെയിലി ഈ പോഷകങ്ങൾ ആവശ്യമാണ്. ഇത് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കിന്നിന് നല്ലതാണ്. അങ്ങനെയാണ് ഈ ആളുകളെ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം മമ്മൂട്ടിയുടെ ഡയറ്റും മമ്മൂട്ടിയുടെ ഹെൽത്തും ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രായത്തിലും ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. അത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ആളുകൾ കഴിക്കുന്ന എല്ലാ ഫുഡും മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇതെങ്ങനെ നിൽക്കുന്നു പറഞ്ഞാൽ ആ ശരീരത്തിന് ഏത് ആവശ്യം എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം. അതിനാണ് കാര്യമുള്ളത്. അതുകൊണ്ട് എന്ത് വേണേലും കഴിക്കാം, വിഷം വേണേലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. ആ അളവ് കൂടിയെങ്കിലും പ്രശ്നമുള്ളൂ. ആ ശരീരത്തെ പറ്റുമോ? ചിലർ കണ്ടാറില്ലേ, അവർ എത്ര മദ്യം കഴിച്ചാലും കുഴപ്പമില്ല. ചില ആൾക്കാർ കുറച്ച് മദ്യം കഴിച്ചാൽ തന്നെ ആകെ പ്രശ്നമാണ്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ രോഗങ്ങൾ. ആ ശരീരത്തിന് അത് പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ്സും സ്കിൻ കെയറും പിമ്പിൾസും മുടിയുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ബോഡി ഷേപ്പും ഇതെല്ലാം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.